വോളണ്ടിയർമാരാണിവർ. മക്കളുടെ സഹായം എത്തിക്കാൻ കഴിയാത്ത പല വീടുകളിലെയും വൃദ്ധജനങ്ങളുടെ ആരോഗ്യനില ഇവർ മാസത്തിൽ ഒരിക്കലെങ്കിലും പോയി പരിശോധിക്കാറുണ്ട്. ഇവിടെ ഗൗരി അമ്മയുടെ പ്രഷർ നോക്കുകയാണ് ഈ ചേച്ചിമാർ. കുട്ടികളും വൃദ്ധജനങ്ങളും ഉൾപ്പെടെ 100 പേർ ആശ്രയയുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നു. 15ഓളം പേർക്ക് ആശാഗൃഹം നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ഒരു വാർഡിൽ 3 വോളണ്ടിയർമാരാണുള്ളത്. ഇങ്ങനെ 13 വാർഡുകളിൽ വോളണ്ടിയർമാർ പ്രവർത്തിക്കുന്നു. ഇത് തകഴി പഞ്ചായത്തിലെ ഒരു ആരോഗ്യ ഉപകേന്ദ്രമാണ്. ഇതേപോലെ 7 ഉപകേന്ദ്രങ്ങൾ ഈ പഞ്ചായത്തിലുണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ ഇവിടെ ഡോക്ടറിന്റെ സേവനം ലഭ്യമാണ്. ഗർഭിണികളും കുട്ടികളും വൃദ്ധജനങ്ങളും അടക്കം എല്ലാവരും ഇവിടുത്തെ സേവനം ഉപയോഗപ്പെടുത്താറുമുണ്ട്. ഇനി ജൂറിയിലേക്ക് അർവിജി സർ. സമ്പൂർണ്ണ ആരോഗ്യ ഗ്രാമം എന്നുള്ളത് വളരെ നല്ല ഒരു ലക്ഷ്യമാണ്. പക്ഷേ അത് കുറച്ചുകൂടി കൃത്യമായിട്ടൊന്ന് നിർവചിക്കാമോ? നിങ്ങളുടെ സങ്കല്പത്തിലുള്ള സമ്പൂർണ്ണ ഗ്രാമം എന്താണ് എന്നുള്ളത്? ഞങ്ങൾക്ക് വൃദ്ധജനങ്ങളെയും അതുപോലെ തന്നെ കുട്ടികളെയും മാറാരോഗം ബാധിച്ചവരെയും സഹായിക്കുക എന്നുള്ളത് മാത്രമല്ല, അവർക്ക് രോഗചികിത്സ നൽകുക എന്നുള്ളതിലുപരിയായി പലപ്പോഴും പ്രായത്തിൻ്റെ ആകുലതകൾ മക്കളോട് പങ്കുവയ്ക്കാൻ കഴിയാതെ, കാരണം കുട്ടനാടൻ ഗ്രാമമാണ്, അപ്പോൾ കഷ്ടപ്പാടിലൂടെ ജീവിക്കുന്ന ജനങ്ങൾ ധാരാളമുണ്ട്, അധ്വാനിക്കുന്നവരാണ്. അപ്പോൾ അവർ രാവിലെ മുതൽ വയ്യോളം അധ്വാനിക്കുമ്പോൾ ഈ വൃദ്ധജനങ്ങൾ പലപ്പോഴും അവരുടെ ആകുലതകൾ മക്കളോട് പങ്കുവയ്ക്കാൻ പറ്റുന്നില്ല. അവരുടെ കഷ്ടപ്പാട് ഓർത്താണ്. പക്ഷെ അത് പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയും എല്ലാം തുറന്നു പറയുന്നതിനും വേണ്ടി ഈ വോളണ്ടിയേഴ്സ് അവിടെ ചെല്ലുമ്പോൾ അവർക്കത് സാധിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സ്വന്തമായി വീടില്ലാത്തവർ എത്ര പേരുണ്ട്? ഈ തരത്തിൽ അഗതികളായിട്ടുള്ള എത്ര പേരുണ്ട്? ചികിത്സ ആവശ്യമുള്ളവർ എത്ര പേരുണ്ട്? അവരിൽ എത്ര പേർക്ക് സഹായം എത്തിക്കാൻ കഴിഞ്ഞു എന്നതിനെപ്പറ്റി ഒരു കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ടോ? 58ഓളം അഗതി കുടുംബങ്ങളുണ്ടായിരുന്നു. 58 കുടുംബങ്ങളിൽ സ്ഥലമില്ലാത്തവർക്കെല്ലാം സ്ഥലം വാങ്ങിച്ചു കൊടുത്തു. 20ഓളം പേർക്ക് 20 പേർക്ക് കൊടുത്തു കഴിഞ്ഞു. പിന്നെ 15 പേർക്ക് വീട് വെച്ച് നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ തീരെ ഈ ചികിത്സാ സൗകര്യവും മറ്റും ലഭ്യമാകേണ്ടവരെ കൂടി ആശാഗൃഹം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ആശാഗൃഹം 15 എന്നൊരു എണ്ണം അവിടെ പറയുകയുണ്ടായി. അപ്പോൾ ഇത് തമ്മിൽ വ്യത്യാസം എന്താണ്? അഗതി കുടുംബങ്ങളെ തന്നെയാണ് ഈ പദ്ധതിയിൽ കൂടി ഉൾപ്പെടുത്തുന്നത്. രണ്ടും കൂടി കണക്റ്റഡ് ആയിട്ടാണ് പോകുന്നത്. ഈ വോളണ്ടിയർമാർ ഓരോ വാർഡിലും 3 വീതം 13 വാർഡിലും അവരെ പ്രതിഫലമില്ലാതെ പ്രവർത്തിക്കുന്നവരാണോ അതോ ഏതെങ്കിലും പ്രതിഫലം കൊടുക്കുന്നുണ്ടോ അവർക്ക്? സന്നദ്ധ സേവനം എന്ന നിലയിലുണ്ട്. അവർക്ക് ആവശ്യത്തിനുള്ള ഉപകരണങ്ങളെല്ലാം പഞ്ചായത്ത് വാങ്ങി നൽകുന്നുണ്ട്. സ്റ്റെതസ്കോപ്പ്, BP അപ്പാരറ്റസ്, ഷുഗർ നോക്കുന്നതിനുള്ള മെഷീൻ, ഇതെല്ലാം പഞ്ചായത്ത് വാങ്ങി നൽകുന്നുണ്ട്. ഇതിൽ SC/ST കണക്കുകളൊന്നും കൊടുത്തിട്ടില്ല. ഭവനരഹിതരുടെ എണ്ണം പറയുന്നതിൽ SC 85 കുടുംബങ്ങൾക്ക് വീടില്ല എന്ന് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇപ്പോഴത്തെ നില എന്താണ്? അതൊരു ചെറിയൊരു ചോദ്യം. പച്ചക്കറി കൃഷിയാണ് നിങ്ങളിവിടെ പ്രധാന പദ്ധതിയായിട്ട് പറയുന്നത്. ഇത് ചിത്രം കാണിച്ചാലൊന്നും വലുതായിട്ട് പച്ചക്കറിയെ ഊന്നിയിട്ടൊന്നും പറഞ്ഞില്ല. അപ്പോൾ ശരിക്കും അതിൽ എന്താണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് പച്ചക്കറി കൃഷിയിലൂടെ? പച്ചക്കറിയിലൂടെ ഒരു സ്വയം പര്യാപ്തത നേടുക എന്നതിലുപരിയായിട്ട് എല്ലാ വീടുകളിലും ഇപ്പോൾ അവിടെ തകഴിയിൽ ഒരു ഭവനം നിർമ്മിക്കുമ്പോൾ തന്നെ ജനങ്ങൾ മറ്റ് സംവിധാനം, കിണർ, പൈപ്പ്, മറ്റ് സംവിധാനം ചെയ്യുന്നത് പോലെ തന്നെ പച്ചക്കറി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലവും കൂടി കണ്ടെത്തിക്കൊണ്ട് ആ ഒരു സംസ്കാരത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ഈ പദ്ധതി കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ആരോഗ്യം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഇപ്പം എല്ലാ വീടുകളിലും പച്ചക്കറി വന്നു എന്ന് പറയുന്നു. പക്ഷെ ഫിലിമിൽ കാണാൻ പറ്റിയിട്ടില്ല, പച്ചക്കറി കണ്ടേയില്ല. അന്നേരം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം സ്ത്രീകൾക്ക് സാധാരണ പല സ്റ്റഡീസും കാണിക്കുന്നത്
സ്ത്രീകൾ അനീമിക് ആണെന്നുള്ളതാ പല കേരളത്തിലെ സ്ത്രീകൾ. അന്നേരം ഈ ഒരു നിങ്ങളുടെ ഈ പച്ചക്കറി തോട്ടം വന്നതോടെ അങ്ങനെ ഒരു മാറ്റം വന്നതായിട്ട് വല്ലതും കണക്കുകളുണ്ടോ? തീർച്ചയായിട്ടും മെച്ചപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. സ്കൂൾ കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ നമ്മൾക്ക് ഒരു ഘട്ടത്തിലാണ്, തകഴിയെ സംബന്ധിച്ച് ഒരു ഘട്ടത്തിൽ മാത്രമാണ് പച്ചക്കറി ചെയ്യാൻ, ഒരു സീസൺ കൃഷിയായിട്ടാണ് ചെയ്യാൻ സാധിക്കുന്നത്. അവിടെ അധികവും നിലങ്ങൾ തന്നെയാണ്, നെൽകൃഷിക്ക് തന്നെയാണ് പ്രാധാന്യമുള്ളത്. പൊക്കപ്പാടത്തും വീടുകളിലുമാണ് നമ്മൾ പച്ചക്കറി ഉൽപ്പാദനം. അതൊരു സംസ്കാരത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. പച്ചക്കറി മാത്രമായിട്ട് നിങ്ങൾ നിൽക്കുവാന്നോ? കോഴി കൊടുക്കോ അല്ലെങ്കിൽ മുട്ട, പാല്, അങ്ങനെ ഒരു ലിങ്കേജസോ മറ്റേ ഇന്റഗ്രേഷൻ കൊണ്ടുവന്നിട്ടുണ്ടോ ബാക്കിയുള്ള അലൈഡ് സെക്ടേഴ്സുമായിട്ട്? മുട്ട കൊടുക്കുന്ന പദ്ധതി സ്കൂളുകളിലുണ്ട്. സ്കൂളിലല്ല, വീടുകളിൽ ഈ പച്ചക്കറി മാത്രമായിട്ടാണോ നിങ്ങൾ ഈ സമ്പൂർണ്ണ ആരോഗ്യം കാണുന്നത്? പച്ചക്കറി കൂടെ മാത്രമേ ഉള്ളോ മറ്റ് അലൈഡ് സെക്ടേഴ്സും കൊണ്ടുവരുന്നുണ്ടോ? മറ്റ് മേഖലകളിലുണ്ട്. കുടുംബശ്രീ ഉപയോഗിച്ചുകൊണ്ട് ധാരാളം കോഴി വളർത്തൽ ആ തരത്തിൽ. ഒരു സംശയമുണ്ട്. നിങ്ങൾ സ്മോക്ക്ലെസ് അടുപ്പ് കൊടുക്കുന്ന കാണിച്ചായിരുന്നു. ഇതിനകത്ത് അല്ല, നിങ്ങളുടെ ഈ ക്വസ്റ്റ്യനറിലുണ്ട് നിങ്ങൾ സ്മോക്ക്ലെസ് അടുപ്പ് 200 കുടുംബങ്ങളിൽ കൊടുത്തെന്ന് കാണിച്ചു. പക്ഷെ ആ ഫിലിമിൽ കാണിക്കുമ്പോൾ എനിക്കൊരു സംശയം തോന്നുന്നത്, കാണിച്ച സാധാരണ വീടുകളിൽ അവർ അടുപ്പ് കത്തിച്ചാ ചെയ്യുന്നതും നല്ല വീടുകളിൽ സ്മോക്ക്ലെസ് അടുപ്പും വെച്ചാ. അന്നേരം നിങ്ങൾ ആർക്കാ ഈ സ്മോക്ക്ലെസ് അടുപ്പ് കൊടുത്തതെന്നുള്ള? ഞങ്ങളുടെ വിഷ്വലില് ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ അടുക്കള, തകഴി ഗ്രാമപഞ്ചായത്തിലെ പ്രതിസന്ധിയായിട്ടുണ്ടായിരുന്ന അടുക്കളയാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ പലപ്പോഴും തുച്ഛമായ വരുമാനക്കാരാണ് തകഴിയിലുള്ളതെന്ന് ഞാൻ സ്പെസിഫൈ ചെയ്തിരുന്നു. ആ വരുമാനക്കാരിൽ അവർക്ക് വീടിന് പണം കൊടുക്കുമ്പോൾ പലപ്പോഴും അവർ ഉപേക്ഷിക്കുന്ന ഭാഗം അടുക്കളയാണ്. അങ്ങനെയുള്ള അടുക്കള മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് അടുക്കള പദ്ധതി വഴി ആ തരത്തിൽ ഉണ്ടായിരുന്ന അടുക്കള മോഡിഫൈ ചെയ്തതാണ് കാണിച്ചിരിക്കുന്നത്. മോഡിഫൈ ചെയ്ത അടുക്കളയിൽ സ്മോക്ക്ലെസ് അടുപ്പാണോ വെക്കുന്നത്? അതെ അതെ, അതാണ് പ്രാധാന്യം. അതുപോലെ ആശ്രയ വീടിനും സ്മോക്ക്ലെസ് അടുപ്പ് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ നിങ്ങളുടെ സമ്പൂർണ്ണ ആരോഗ്യ ഗ്രാമം സ്വപ്നമല്ല, അത് ലക്ഷ്യമാണല്ലോ. ഇപ്പം ഞാൻ ചില കാര്യങ്ങൾ വായിക്കാം, അതേതൊക്കെ ഉണ്ട് എന്നൊന്ന് പറയണം. മാർക്കിടാൻ വേണ്ടിയല്ല, അറിയാൻ വേണ്ടിയിട്ടാണ്. ആ ഗ്രാമത്തിലെ എല്ലാവർക്കും പോഷകാഹാരം ലഭ്യമാക്കണം. ഉണ്ടോ? ലഭ്യമാകുന്നുണ്ട്. കുടിവെള്ളമുണ്ട്. ശുചിത്വമേറിയ കക്കൂസ് ഉണ്ട്. ധർമ്മൽ പുരസ്കാരം ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട്. ശുചിത്വ മേഖലയിൽ നിങ്ങളുടെ ഗ്രാമത്തിലെ എല്ലാ വീട്ടിലും ഇതുണ്ടോന്നാണ്? ആയിട്ടുണ്ട്. ഉണ്ട്. മാലിന്യവിമുക്തമായ പാർപ്പിടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് വീടുകളും കൂടി നമുക്ക് ചെയ്യാനുണ്ട്. എത്ര എണ്ണം ഉണ്ടാവും? ഇനി ഒരു 200 വീടോളം EMS പദ്ധതിയിൽ ഇപ്പോൾ ചെയ്തു കൊടുക്കണം. അതായത് ആ വീടുകൾക്ക് കൊതുക് ശല്യം, എലി മുതലായ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കണം. അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് തന്നെ ചെയ്യുന്നുണ്ട്. രോഗങ്ങൾക്ക് ചികിത്സ PHC ഇല്ലേ അവിടെ? PHC ഉണ്ട്. PHCയിലെ സ്റ്റാഫ് എത്രയാണ്? PHCയിൽ ഓരോ വാർഡിലേക്കും ഹെൽത്ത് LHIമാരുണ്ട്. അവിടെ ഓരോ വാർഡിനും പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വാർഡ് ശുചിത്വ സാനിറ്റേഷൻ സമിതികളിലുണ്ട്. അപ്പോൾ 13 പേര് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഒരു സ്റ്റാഫ് നഴ്സാണുള്ളത്. ഡോക്ടറില്ലേ? ഡോക്ടർ ഒരാൾ. ഡോക്ടർ, സ്റ്റാഫ് നഴ്സ്, പിന്നെ ഹെൽത്ത് വിസിറ്റേഴ്സ് 13 വാർഡിലേക്കുമുള്ള സ്റ്റാഫ് ഉണ്ട്. അസിസ്റ്റന്റ് ഹെൽത്ത് വിസിറ്റേഴ്സ്. ഹെൽത്ത് വിസിറ്റർമാരിൽ തന്നെ 2 തരമുണ്ടല്ലോ. LHIമാരും ഉണ്ട്, JHIമാരും ഉണ്ട്. ആവശ്യത്തിനുള്ള എല്ലാം ചേർന്ന് ഓരോ വാർഡിലും ആവശ്യത്തിനുള്ള ആളുകളുണ്ട്. ആവശ്യത്തിന് ആളുകളുണ്ട്. വെരി ഗുഡ്. രോഗങ്ങൾക്ക് ചികിത്സ അപ്പോൾ ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട്. കുട്ടികൾക്ക് വാക്സിനേഷൻ കറക്റ്റ് സമയബന്ധിതമായി തന്നെ നൽകാറുണ്ട്. 100% കുട്ടികളിലേക്കും പോളിയോ വാക്സിനേഷൻ നടത്തിയിട്ടുണ്ടോ? ചിട്ടയ പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. ഓരോ വീട്ടിലും ഒരു ഹെൽത്ത് കാർഡ് ഉണ്ടോ? ഹെൽത്ത് കാർഡ് വെച്ചിട്ടുണ്ട് ആശാഗ്രഹം പദ്ധതി പ്രകാരം. പിന്നെ ഇതെല്ലാ സംഗതികളും ഉണ്ടെങ്കിൽ ഒരു സമ്പൂർണ്ണ ആരോഗ്യ ഗ്രാമത്തിൽ നമുക്ക് എത്താം. എത്ര ശതമാനം എത്തി? 80% ഒരു കൊല്ലം കൂടി ഉണ്ടല്ലോ ഈ പദ്ധതി. 80% ഞങ്ങൾക്ക് ആർജിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. 80% ആയിട്ടുണ്ട്. ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. തുടർച്ചയായ പ്രോജക്റ്റാണ്. ആദ്യമായി ഈ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കസേരയിൽ മിടുക്കിയായ ഒരു പെൺകുട്ടിയെ കണ്ടതിൽ ഉള്ള സന്തോഷം അറിയിക്കട്ടെ. നെൽകൃഷി വളരെ വലിയ പ്രതിസന്ധിയിലാണ് കുട്ടനാട്ടിലെന്ന് വളരെ കാലമായിട്ട് കേൾക്കുന്നു. നിങ്ങളുടെ ശ്രമഫലമായിട്ട് നെൽകൃഷി വളരെയധികം മെച്ചപ്പെട്ടു എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ടീച്ചറെ. 275 ഹെക്ടർ തരിശുഭൂമി കൃഷിയോഗ്യമാക്കി. പാടം ഉപേക്ഷിച്ചു പോരുന്ന കർഷകർ പാടത്തേക്ക് തിരിച്ചു വരുന്ന ഏറ്റവും നല്ലൊരു നേട്ടം ഞങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. നന്നായി. ജൈവവളമാണോ ഉപയോഗിക്കുന്നത്? ജൈവ കർഷകരുണ്ട്.
കീടനാശിനികളുടെയും രാസവള